2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ UDF എന്ന രാഷ്ട്രീയ മുന്നണിയുടെയും UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും എല്ലാം രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ കേരളത്തിൽ അനിശ്ചിതത്വത്തിലാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിപ്പോൾ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളോ ട്രെൻഡുകളോ പരിഗണിച്ചാണെങ്കിലും 2025 ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് പരിഗണിച്ചാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ പരിഗണിക്കുമ്പോഴും UDFന് സുഗമമായി അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ കഴിയുമെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുവാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷികൾ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. എത്രയും പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് SIRന് ശേഷമുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടികൾ ഉൾപ്പെടെയുമായി മുന്നോട്ട് പോയിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പാർട്ടിയെ എത്തിക്കുവാനും മുന്നണിയെ എത്തിക്കുവാനുമാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും അർഹമായ പല വിജയങ്ങളും പല മണ്ഡലങ്ങളും അവർക്ക് കൈവിട്ടു പോകുന്ന സാഹചര്യം ഒരുക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മകളാണ്. പലപ്പോഴും ഗ്രൂപ്പ് പരിഗണനകളുടെ പേരിലും നേതാക്കളുടെ വ്യക്തി താൽപ്പര്യങ്ങളുടെ പേരിലും സാമുദായിക സമ്മർദ്ദങ്ങളുടെ പേരിലും ചില മണ്ഡലങ്ങളിൽ ജനകീയരല്ലാത്ത സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ അനായാസം കൈപ്പിടിയിൽ ഒതുക്കാവുന്ന വിജയമാണ് പാർട്ടിക്ക് നിഷേധിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഇത്തവണയും കോൺഗ്രസിന് പോകാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃനിര തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും തന്ത്രങ്ങളും മെനയുന്നത് എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന മണ്ഡലം കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കോൺഗ്രസ് വിജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ്. എന്നാൽ റാന്നിയിലെ രാഷ്ട്രീയവും സാമുദായിക സമവാക്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ UDFും കോൺഗ്രസും അനായാസേന വിജയം കൈവരിക്കേണ്ട ഈ മണ്ഡലത്തിൽ വിജയം നിഷേധിക്കപ്പെട്ടതിന് കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് എന്നുകൂടി നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. റാന്നിയെ സംബന്ധിച്ചിടത്തോളം 1996 മുതൽ 2016 വരെയുള്ള 5 തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ നിന്ന് തുടർച്ചയായി വിജയിച്ചു വന്നത് ഇപ്പോൾ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായ പാർട്ടി നേതൃത്വത്തിലെ സൗമ്യമുഖമായ രാജു എബ്രഹാമാണ്. 2021 ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് എത്തിയതോടുകൂടി റാന്നി സീറ്റിൽ നിന്ന് രാജു എബ്രഹാമിനെ ഒഴിവാക്കി 2 ടേം മാനദണ്ഡം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രമോദ് നാരായണൻ എന്ന ജോസ് കെ മാണിയുടെ വിശ്വസ്തനായ യുവ നേതാവിന് ഈ സീറ്റ് കൈമാറുകയായിരുന്നു. വാശിയേറിയ പോരാട്ടം നടന്നെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറുവാൻ പ്രമോദ് നാരായണന് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പാഠമാണ്. നമുക്കറിയാം, റാന്നിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശക്തരായ കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന പല നേതാക്കളും അവിടെ നിന്ന് MLAമാരായിട്ടുണ്ട്. സണ്ണി പനവേലിയും MV ചെറിയാനുമാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളെന്ന് പറയുന്നത്. MV ചെറിയാൻ 1980-82 കാലഘട്ടത്തിൽ A ഗ്രൂപ്പ് ഇടതുപാളയത്തിലായിരുന്നപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് 82 മുതൽ 86 വരെ സണ്ണി പനവേലി എന്ന I ഗ്രൂപ്പ് നേതാവായിരുന്നു അവിടെ റാന്നിയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 86-ൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ റേച്ചൽ സണ്ണി പനവേലി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ MV ചെറിയാൻ വീണ്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MLA ആകുകയും ചെയ്തു. എന്നാൽ 96-ന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം MV ചെറിയാൻ്റെയും സണ്ണി പനവേലിയുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ കുടിപ്പകയും അവരുടെ കുടുംബാംഗങ്ങളും അനുയായികളും പരസ്പരം കാലുവാരിയതുമാണ് എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. 96 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ സണ്ണി പനവേലിയുടെ കുടുംബാംഗങ്ങൾ മത്സരത്തിനിറങ്ങിയിട്ടുണ്ട്. MV ചെറിയാൻ്റെ കുടുംബാംഗങ്ങൾ മത്സരത്തിനിറങ്ങിയിട്ടുണ്ട്. 3 വട്ടം ഫിലിപ്പോസ് തോമസ് എന്ന പത്തനംതിട്ടയിലെ അന്ന് പ്രമുഖനായിരുന്ന കോൺഗ്രസ് നേതാവും ഇന്ന് ഇടതുപാളയത്തിനൊപ്പം മുന്നോട്ട് പോകുന്നയാളുമായ വ്യക്തിയും മത്സരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ആധികാരികമായ കാലുവാരലുണ്ടായതും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. സണ്ണി പനവേലിയുടെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകനായ ബിജിലി സണ്ണി പനവേലിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി രാജു എബ്രഹാമിനോട് പരാജയപ്പെട്ടതെങ്കിൽ MV ചെറിയാൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മറിയാമ്മ ചെറിയാനും മകൻ റിങ്കു ചെറിയാനും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണ്. ഫിലിപ്പോസ് തോമസിനെ പരാജയപ്പെടുത്തുവാൻ ഈ 2 കുടുംബങ്ങളുടെയും അനുയായികളും കുടുംബാംഗങ്ങളും ഒരുപാട് നീങ്ങിയെന്നുമുള്ള ആക്ഷേപങ്ങളും പല ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. CPMനെ സംബന്ധിച്ച് 2021 തിരഞ്ഞെടുപ്പിൽ രാജു എബ്രഹാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാണി ഗ്രൂപ്പിന് ഈ ടിക്കറ്റ് നൽകുമ്പോൾ അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്.
അതിനാൽ തന്നെയാണ് ആ മണ്ഡലത്തിൽ അത്ര നേരിയൊരു ഭൂരിപക്ഷം ഉണ്ടായത് എന്ന വസ്തുതയും നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്നാൽ സാമുദായിക സമവാക്യങ്ങളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ഡലത്തിലേക്ക് ഒരു നായർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച ജോസ് കെ മാണിയുടെയും പിണറായി വിജയൻ്റെയും തന്ത്രമാണ് ആത്യന്തികമായി വിജയിച്ചത് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ UDF മുന്നോട്ട് പോകുന്നത്. ഇതേ തന്ത്രം റാന്നിയിൽ പ്രയോഗിച്ച് വിജയിപ്പിക്കുവാനാണ് UDF 2026 തെരഞ്ഞെടുപ്പിൽ പദ്ധതിയിടുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റാന്നിയെ സംബന്ധിച്ച് 45% വോട്ടർമാർ നായർ സമുദായത്തിൽ നിന്നുള്ളവരും ഏകദേശം 40% വോട്ടർമാർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരും 3%-ലധികം വോട്ടർമാർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ്. ഇവിടെ മുസ്ലിം വിഭാഗം താരതമ്യേന വളരെ കുറവാണ് എണ്ണത്തിലെങ്കിൽ കൂടിയും അവർ ഒരു ഐക്യത്തോടു കൂടി നീങ്ങുന്ന വോട്ട് ബാങ്കാണ് എന്ന വസ്തുത കൂടി UDF ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് സണ്ണി പനവേലിയുടെയും MV ചെറിയാൻ്റെയും കുടുംബങ്ങൾ തമ്മിലുള്ള കുടിപ്പകയ്ക്ക് വീണ്ടും അവസരമൊരുക്കുമെന്ന വിലയിരുത്തലിലാണ്. നായർ സമുദായത്തിൽ നിന്ന് പത്തനംതിട്ട ജില്ലയുടെ സവിശേഷ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നത്. നിലവിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് KC വേണുഗോപാലിൻ്റെ വിശ്വസ്തൻ കൂടിയായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവിനെയായിരിക്കും ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സണ്ണി പനവേലിയുടെ കുടുംബാംഗങ്ങളെയും MV ചെറിയാൻ്റെ കുടുംബാംഗങ്ങളെയും സമാശ്വസിപ്പിക്കുക എന്നതാണ്. സണ്ണി പനവേലിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ആരോൺ ബിജിലി പനവേലിക്ക് ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ റാന്നി ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം നൽകുകയും വൻ ഭൂരിപക്ഷത്തിൽ അയാളെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റിങ്കു ചെറിയാൻ്റെ ശരീരഭാഷയും തണുപ്പൻ സമീപനവും ഒരു തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനാർത്ഥിക്ക് യോജിച്ചതല്ല എന്ന അഭിപ്രായം കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന ഫോർമുലയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളവും റാന്നി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളവും അത് ശബരിമല പ്രക്ഷോഭങ്ങളുടെ പ്രഭവ ഭൂമിയാണ് എന്നത് ഒരു നായർ സ്ഥാനാർത്ഥിയുടെ സാധ്യത ഇവിടെ വർദ്ധിപ്പിക്കുന്നു എന്നതും കണക്കിലെടുക്കുന്നുണ്ട്. ഇവിടെ നായർ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ BJPയിലേക്ക് ഒഴുകിയ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ തിരികെ പിടിക്കുവാൻ കഴിയുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളെയും തൊട്ടടുത്തുള്ള ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സീറ്റിനെയും ചേർത്ത് 6 സീറ്റുകൾക്കായി ഒരു പാക്കേജാണ് കോൺഗ്രസ് ഇവിടെ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സീറ്റിലും ആലപ്പുഴ ജില്ലയിലെ പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന ചെങ്ങന്നൂർ എന്ന ഭൂപ്രദേശത്തെ നിയമസഭാ സീറ്റിലും ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്ന പദ്ധതിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി കൂടിയായ യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ പരിചിത മുഖമായ അബിൻ വർക്കിയായിരിക്കും സ്ഥാനാർത്ഥിയാകുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അബിൻ്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ട ജില്ലയിലെമ്പാടും ഓർത്തഡോക്സ് സമുദായത്തിൻ്റെ പിന്തുണ തങ്ങൾക്ക് ഉറപ്പിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ നിർണായകമായ മർത്തോമ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടാവും ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷനായ വർഗീസ് മാമൻ തിരുവല്ലയിൽ മത്സരത്തിനിറങ്ങുക. ആറന്മുള മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മന്ത്രി വീണ ജോർജിനെതിരെ യുവ നേതാവായ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായ വിജയ് ഇന്ദുചൂടനെയാണ് ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്നത്. കോന്നിയിൽ ഒരു ഇഴവ സ്ഥാനാർത്ഥിയും സംവരണ മണ്ഡലമായ അടൂരിൽ ആ വിഭാഗത്തിൽ നിന്നൊരാളെയും പരിഗണിക്കുമ്പോൾ സാമുദായിക സമവാക്യങ്ങളിലും കൃത്യമായ ബാലൻസിംഗ് നടത്തുവാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൂട്ടൽ. ഇത്തരത്തിൽ പഴകുളം മധുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന ശബരിമല പ്രക്ഷോഭങ്ങളുടെ പ്രഭവ കേന്ദ്രത്തിൽ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളെയും ക്രൈസ്തവ വോട്ടുകളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു വിജയം സാധ്യമായാൽ അതിൻ്റെ അലയൊലികൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് പകരുമെന്നും ഞാൻ നേരത്തെ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളിലും അതിനു പുറമെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സീറ്റിലും വിജയം ഉറപ്പാക്കുവാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ പത്തനംതിട്ട കോൺഗ്രസിൻ്റെ തുറുപ്പുചീട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജില്ലയാണ്. എന്നാൽ 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ നിന്നൊരു ജനപ്രതിനിധിയെ വിജയിപ്പിക്കുവാൻ കോൺഗ്രസിനോ UDFനോ സാധിച്ചിട്ടില്ല എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവർക്കേറ്റ തിരിച്ചടിയുടെ ആക്കം കൂട്ടുന്നതായിരുന്നു എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ആധിപത്യം നേടുവാൻ കോൺഗ്രസിനും UDFനും സാധിച്ചിട്ടുള്ളതിനാൽ തന്നെ ഈ ഒരു ടെമ്പോ നിലനിർത്തിക്കൊണ്ട് കൃത്യമായ പദ്ധതികൾ ഒരുക്കി പത്തനംതിട്ടയെ സമീപിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. കോൺഗ്രസ് നേതൃത്വത്തിൽ നിലനിൽക്കുന്ന കുടിപ്പകകൾക്ക് വിരാമമിടുവാൻ എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന കൃത്യമായ ഒരു ഫോർമുലയും ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. നായർ സമുദായത്തെയും ഇഴവ സമുദായത്തെയും ക്രൈസ്തവ വിഭാഗങ്ങളെയും
മുസ്ലിം വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ പത്തനംതിട്ട പിടിച്ചെടുക്കുവാൻ കോൺഗ്രസിനും UDFിനും സാധിച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അവരുടെ വിജയത്തിളക്കം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക് സ്ട്രൈക്കായിരിക്കും പഴകുളം മധുവിൻ്റെ റാന്നിയിലെ സ്ഥാനാർത്ഥിത്വം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.